എല്ലാ ആശംസകളും സമാധാനവും കൂടി പ്രാർത്ഥിക്കാനായിട്ട് അറിഞ്ഞിരിക്കുകയാണ്. നമ്മളെ മനസ്സിലാക്കുന്ന അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മെ കാഴ്ചവെക്കുകയും പ്രത്യേകിച്ച് അജുവിനും എൽസിക്കും വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യഭരണമേ, കർത്താവായ ദൈവം അങ്ങയുടെ തിരുഹൃദയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. ഈ രൂപത്തിന് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങയുടെ ഓർമ്മ ഞങ്ങളിൽ ഉണ്ടാവുകയും അങ്ങയോട് കൂടുതൽ അടുക്കുകയും ചെയ്യാൻ ഇടയാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, അജുവിന്റെയും എൽസിയുടെയും ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ഈ ഭവനം സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും കൂടാരമായി മാറ്റണമേ. അങ്ങയുടെ മാലാഖമാർ ഈ ഭവനത്തിന് ചുറ്റും കാവലായി നിൽക്കാൻ ഇടയാക്കണമേ. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നരുളി ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനും നാഥനുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നത ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേയുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന സ്തുത്യർഹനും പരിശുദ്ധനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ കാവൽക്കാരൻ. ആരോഹണ ഗീതം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാനും അവിടുന്ന് തന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു.
അവിടെ സക്കേവോസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവോസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 തിരികെ കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവായ ഈശോയെ, ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച കാരുണ്യവാനായ ദൈവമേ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ ഭവനത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഈ ആലയം അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. കർത്താവെ, ഈ ഭവനം സമാധാനത്തിന്റെ ഒരു ഭവനമായി അങ്ങ് എന്നും തീർക്കണമേ. കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്നു വരുമ്പോൾ അങ്ങയുടെ ഇഷ്ടപ്രകാരം അവർ വളർന്നു വരുവാൻ ഇടയാക്കണമേ. അല്ലാതെയും ഈ ഭവനം ധാരാളം സുഹൃത്തുക്കളെ കൊണ്ട് അറിയാൻ ഇടയാക്കണമേ. വിശുദ്ധ അമ്മേ, സകല മാലാഖമാരെ വിശുദ്ധ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഓരോരുത്തരെയും അങ്ങേ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കണം. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിൽ അങ്ങേണ്ട ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന് വിമല ഹൃദയവും മാറിയോസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാറിയോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർഗ്രീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അജുവിന്റെയും എൽസിയുടെയും ഈ ഭവനത്തെ കർത്താവെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഭവനം ഇവർക്ക് അങ്ങ് നൽകിയിരിക്കുകയാണല്ലോ. അജുവിനെയും എൽസിക്കും ഈ ഭവനം നൽകുന്നതിന് വേണ്ടി അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി കൊണ്ടുവന്നു. അവയ്ക്കെല്ലാം ഞങ്ങൾ ഈ സമയം നന്ദി പറയുന്നു. ഈശോയെ, നല്ല ദൈവമേ, അജുവിന്റെ എൽസിയുടെയും ഈ ഭവനം ഒരുക്കി കൊണ്ടുവരാൻ സഹായിച്ച എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. രണ്ടുപേരുടെയും മാതാപിതാക്കളെ വളരെ പ്രത്യേകമായി ഓർക്കുന്നു. അവരുടെ മാതാപിതാക്കൾ ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കണം. ഇവർക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഒരുപാട് കൃപകൾ അറിഞ്ഞും അറിയാതെയും ഇവര് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അവയ്ക്കെല്ലാം ഈ സമയം നന്ദി പറയുകയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഈ സമയം ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. സകല വിശുദ്ധരുടെയും യുക്തിനിയ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, യാക്കോബേ, യോഹന്നാനേ, അന്ത്രയോസേ, ഫിലിപ്പോസേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദയോസേ, വിശുദ്ധ മത്തായി, വിശുദ്ധ ശിമയോനെ, കുഞ്ഞി യാക്കോബേ, മത്തിയാസേ, ബർത്തലോമിയോ, ശീലാസേ, ബർന്നബാസേ, വിശുദ്ധ സ്നാപയോഹന്നാനെ, സക്രിയായെ, ഈശോ പുണ്യവതിയെ, അബ്രാഹമേ, ഇസഹാക്കെ, യാക്കോബേ, മോശയെ, യോശുവയെ, ശേലിയായെ, ശേഷയായെ, ജെറമിയായെ, സകല പൂർവ്വപിതാക്കന്മാരെ, പ്രവാചകന്മാരെ, വിശുദ്ധ അത്തനേഷ്യസെ, ഇഗ്നേഷ്യസെ, ഇരണയോസെ, വിശുദ്ധ അഗസ്തീനോസെ, വിശുദ്ധ ആൻസലമേ, വിശുദ്ധ സിപ്രിയാനെ, വിശുദ്ധ സിറിലെ, വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ
ജോൺ ഡമഷീനെ, ജോൺ ക്രിസോസ്തോമെ, സഫ്രൻ പിതാവെ, സേവ്സേബിയൂസെ, വിശുദ്ധ സിറിലെ, വിശുദ്ധ അക്വീനാസെ, വിശുദ്ധ അമ്മ ത്രേസ്യയെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ, വാഴ്ത്തപ്പെട്ട മദർ ത്രേസ്യയെ, വിശുദ്ധ ആൽബർട്ടെ, വിശുദ്ധ നോർബർട്ടെ, ഞങ്ങളുടെ സഹോദരി വിശുദ്ധ അൽഫോൺസാമെ, വാഴ്ത്തപ്പെട്ട ജോൺ പ്രണം മാർപ്പാപ്പെ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ, വാഴ്ത്തപ്പെട്ട ചാവറ പിതാവെ, വാഴ്ത്തപ്പെട്ട എവ്പ്രാസ്യ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ, വിശുദ്ധ ജോൺ ബ്രിറ്റോ, വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ ജോൺ മഷീൻ, വിശുദ്ധ ജോൺ ബർക്കുമെൻസ്, വിശുദ്ധ ഡൊമിനിക് സാവിയോ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ ജോൺ വിയാനി, വിശുദ്ധ സെബസ്ത്യാനോസെ, വിശുദ്ധ അന്തോണീസെ, വിശുദ്ധ അപ്പായ മാലാവിയെ, വിശുദ്ധ ജസ്റ്റിനെ, സകല വിശുദ്ധരെ, വിശുദ്ധ റോസെ, വിശുദ്ധ ഈഡിസ്റ്റൈനെ, വിശുദ്ധ കാതറിൻ ഓഫ് സിയനയെ, വിശുദ്ധ എലിസബത്ത് ആൻഡ് സീറ്റൻ, വിശുദ്ധ കാതറിൻ ഡ്രക്സൽ, വിശുദ്ധ ജോൺ ന്യൂമാൻ, സകല മാലാഖമാരെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, വിശുദ്ധ മിഖായേലെ, അജിയുടെയും എൽസിയുടെയും ഭവനത്തിനു വേണ്ടി ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും നമ്മുടെ പിതാവായ തോമയുടെയും യൂദാ തദേവുസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും മാധ്യസ്ഥവും ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.